എല്ലാവർക്കും ഇരിക്കാം. ദൈവത്താൽ അനുഗ്രഹീതമായ ഈ പ്രഭാതത്തിൽ ചിന്തയ്ക്ക് ആധാരമായി എടുത്തിരിക്കുന്ന ഒരു വാക്യം റോമർക്കെഴുതിയ ലേഖനം 6-ാം അധ്യായം അതിന്റെ 3-ാമത്തെ വാക്യം. യേശു ക്രിസ്തുവോട് ചേരുവാൻ സ്നാനം ഏറ്റവരായ നാം എല്ലാവരും അവന്റെ മരണത്തിൽ പങ്കാളികളാകുവാൻ സ്നാനം ഏറ്റിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നതേ. ഒരു നിമിഷം പ്രാർത്ഥന. ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, അനുഗ്രഹീതമായ ആരാധനയിലൂടെ ഞങ്ങളെ തന്നെ ദൈവകരങ്ങളിൽ സമർപ്പിച്ച് ദൈവമഹത്വം ദർശിപ്പാൻ അവിടുന്ന് സഹായിച്ചുവല്ലോ. ഞങ്ങൾ ഇന്ന് ചിന്തിക്കുന്ന വചനം ഞങ്ങളുടെ ജീവിതത്തെ ക്രിസ്തു വിശ്വാസത്തിലേക്കും ഔദാർശികപരമായ അനുഭവങ്ങളിലേക്കും വഴി നടത്തുവാൻ അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ സഹായിക്കണമേ. ഈ പ്രിയ ജനത്തോടും അടിയനോടും മനസ്സരിന് നല്ല ചിന്തകളിലൂടെ ആത്മീയമായ അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് പകർന്നു. യേശു ക്രിസ്തുവിൻ തന്നെയുള്ള നാമത്തിൽ തന്നെ ആമേൻ. ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ ആരാധനയിലൂടെ ദൈവ സന്നിധിയിൽ ആയിരിക്കുന്ന പ്രിയ ദൈവജനമേ, ദൈവം നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിച്ച് ഏറ്റവും സന്തോഷകരമായ ജീവിത അനുഭവങ്ങളിലേക്ക് വഴി നടത്തുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ആരാധനകൾ ദൈവത്തിന് മഹത്വം കരയറ്റുന്ന ആത്മീയ അനുഭവങ്ങളായി മാറ്റപ്പെടും. ദൈവഭയത്തോടും ദൈവാശ്രയത്തോടും കൂടെ നാം ദൈവത്തെ ആരാധിക്കുന്നുവെങ്കിൽ തീർച്ചയായും നമ്മുടെ ജീവിതങ്ങളെ ദൈവം അനുഗ്രഹിക്കും. സംഭവ ബഹുലമായ ഈ കാലഘട്ടത്തിൽ സർവശക്തനായ ദൈവത്തിന്റെ ചിറകടിയിൽ അനുഗ്രഹീത അനുഭവങ്ങളിലൂടെ നമ്മുടെ ജീവിതം നമുക്ക് മുമ്പോട്ട് നയിക്കുവാൻ സാധിക്കും. അതുകൊണ്ട് ഒന്നാമത് ദൈവത്തെയും അവന്റെ രാജ്യത്തെയും അന്വേഷിക്കുന്ന ദൈവ മക്കളായി ജീവിക്കുവാൻ ആഹ്വാനം ചെയ്തുകൊണ്ട് ഇന്നത്തെ വചന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുകയാണ്. പ്രിയമുള്ളവരെ, സ്നാനത്തെ കുറിച്ചാണ് നമുക്ക് ചിന്തിക്കുവാനായി നൽകപ്പെട്ടിരിക്കുന്നത്. സഭയുടെ ഏറ്റവും പുരാതനമായ സാക്രമെന്റുകളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് സ്നാനം എന്ന് പറയുന്നത്. സാക്രമെന്റ് അഥവാ കുർബാന എന്ന് പറയുന്നത് മനുഷ്യനെ വിശുദ്ധീകരിക്കുന്ന തിരുകർമ്മങ്ങളാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പ്രത്യേകിച്ച് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നതും അതിന്റെ കർത്താവായ യേശുവിനാൽ സ്ഥാപിതവുമായ 2 സാക്രമെന്റുകളാണ്. ഒന്ന് സ്നാനം, മറ്റൊന്ന് തിരുവത്താഴം. നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചു സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവിൻ. ഇത് യേശുവിന്റെ കൽപ്പന. നിങ്ങൾ കൂടി വരുമ്പോഴൊക്കെയും എന്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവിൻ എന്നുള്ളതായ കർത്തൃമേശയുടെ കൽപ്പനയും നമുക്ക് എല്ലാവർക്കും വളരെ സുപരിചിതമായ അനുഭവങ്ങളാണ്. എന്നാൽ ഇന്ന് നാം ചിന്തയ്ക്ക് വിഷയീഭവിപ്പിക്കുന്നത് സ്നാനം എന്നതായ വിഷയത്തെ കുറിച്ചാണ്. സ്നാനം എന്ന വിഷയത്തെ കുറിച്ച് പല ആവർത്തി അതിന്റെ ആഴമേറിയ ചിന്തകളിലൂടെ നാം നയിക്കപ്പെട്ട ദിവസങ്ങളൊക്കെ നാം ഓർക്കുമല്ലോ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, അത്തരത്തിലുള്ള ഒരു ചിന്തയിലേക്കല്ല, സ്നാനത്തെ കുറിച്ചുള്ളതായ ചില ആത്മീയ സത്യങ്ങളിലേക്കാണ് ഇന്ന് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ഇവിടെ ക്ഷണിക്കുന്നത്. സ്നാനത്തെ കുറിച്ചുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ, വ്യത്യസ്ത സഭകളിൽ വ്യത്യസ്തത പുലർത്തുന്ന ചിന്താഗതികളും മനോഭാവങ്ങളുമാണ് എന്ന് നമുക്ക് എല്ലാവർക്കും സുപരിചിതമായ അനുഭവങ്ങളാണ്. എന്നാൽ യേശു കർത്താവിന്റെ കൽപ്പന അനുസരിക്കുന്നതും യേശു കർത്താവിനെ പരസ്യമായി സാക്ഷിക്കുന്നതുമായ ഒരു അനുഭവമാണ് സ്നാനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. യേശു പറഞ്ഞുവല്ലോ, നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ച് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവിൻ. ഈ സ്നാനത്തിലൂടെ നാം കർത്താവിന്റെ കൽപ്പന അനുസരിക്കുന്നു.
അതോടൊപ്പം പരസ്യമായി കർത്താവായ യേശുവിനെ സാക്ഷിക്കുകയും നാം ക്രിസ്തുവിൽ ആയിത്തീരുന്ന ഒരു അനുഭവമായി, ഒരു പുതിയ ജീവിതത്തിന്റെ തുടക്കമായിട്ട് നമുക്കിതിനെ കാണുവാനായിട്ട് കഴിയുകയാണ്. അപ്പോൾ സ്നാനത്തെ ഒരു വ്യക്തി യേശു ക്രിസ്തുവിന്റെ ക്രൂശീകരണത്തോടും പുനരുത്ഥാനത്തോടും താതാത്മ്യപ്പെടുന്ന ഒരു അനുഭവമായിട്ടാണ് നമുക്കിതിനെ മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. ഇന്ന് പലപ്പോഴും നാം സ്നാനം ഏൽക്കുന്നത് എന്തിനാണ് എന്നുള്ള ഒരു ചോദ്യം നിലനിൽക്കുകയാണ്. പലപ്പോഴും പല വിമർശനങ്ങളും അതിന്റെ പിന്നിലുണ്ട്. എന്നാൽ ഇവിടെ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് നാം സ്നാനം ഏൽക്കേണ്ടത് ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനം ഏറ്റവരായ നാം എന്നുള്ളതാണ്. അപ്പോൾ നാം സ്നാനം ഏൽക്കുക എന്ന് പറയുന്നതിന്റെ ആത്മീയ ചിന്ത ക്രിസ്തുവിനോട് ചേരുവാനുള്ള ഒരു അടയാളമായിട്ടാണ് ഈ സ്നാനത്തെ നാം ഇവിടെ കാണുന്നത്. ക്രിസ്തീയ വിശ്വാസ സ്വീകരണമാണ് സ്നാനം എന്ന കൂദാശയിലൂടെ നാം അനുഭവിക്കുന്നത് എന്നുള്ളതാണ്. സ്നാനം എന്ന വിശുദ്ധ സാക്രമന്റുകളിലൂടെ യേശുവിൽ നാം ആയിത്തീരുകയും യേശുവിൽ നാം വിശ്വസിക്കുകയും യേശുവിനോടൊപ്പം ജീവിക്കുകയും ചെയ്യുന്ന അനുഭവം. ഈ സ്നാനത്തെ കുറിച്ച് അപ്പോസ്തലനായ പൗലോസ് എഫേസ്യർക്ക് ലേഖനം 4-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം ഇപ്രകാരം പറയുന്നു: വിശ്വാസം ഒന്ന്, സ്നാനം ഒന്ന്, എല്ലാവർക്കും ദൈവവും ഒരുവൻ മാത്രം എന്നുള്ളതാണ്. അപ്പോൾ സ്നാനത്തെ കുറിച്ചുള്ള നമ്മുടെ തെറ്റിദ്ധാരണകൾക്ക് വിരാമം കുറിച്ചുകൊണ്ട് അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, അത് നമുക്ക് സർവശക്തനായ ദൈവം ഒരുവൻ മാത്രം, അത് കർത്താവായ യേശു ക്രിസ്തു. ആ യേശു ക്രിസ്തുവിനുള്ള വിശ്വാസത്തെയാണ് സ്നാനത്തിലൂടെ നാം പ്രഖ്യാപിക്കുന്നത്. അതുകൊണ്ട് സ്നാനം എന്ന് പറയുന്നത് ഒന്ന് മാത്രമേ നാം സ്വീകരിക്കുവാൻ പാടുള്ളൂ എന്നുള്ളതത്രേ. അപ്പോൾ യേശു ക്രിസ്തുവിൽ നാം സ്നാനം സ്വീകരിച്ച് യേശു ക്രിസ്തുവിനോടുകൂടെ ചേരുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിന് പുതിയൊരു അനുഭവമായി തീരുന്ന ഒരു ആത്മീയ അനുഭവമാണ് എന്ന് വേദപുസ്തകവും നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഇപ്പൊ സ്നാനത്തെ കുറിച്ചുള്ള തർക്കങ്ങൾ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നില്ല. എന്നാൽ സ്നാനത്തെ അന്തർലീനമായിരിക്കുന്ന വിശ്വാസപരമായ ജീവിത അനുഭവങ്ങളും കൂദാശയിലുള്ളതായ ഐക്യ ദർശനവും അതേ സ്നാനത്തിലൂടെ നാം അനുഭവിക്കേണ്ടതായ ആത്മീയ അനുഭവങ്ങളാണ്. ഇവിടെ സ്നാനം ഒരു പ്രതീകാത്മകമായ കർമ്മമായിട്ടാണ് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത്. സ്നാനത്തിന്റെ ആക്ഷരികമായ അർത്ഥതലങ്ങളെക്കാൾ സ്നാനത്തിന്റെ പ്രതീകാത്മകമായ ഒരു ശുശ്രൂഷയും അതിലൂടെ നമ്മിലേക്ക് കടന്നു വരേണ്ടതായ ആന്തരികമായ പരിവർത്തനവുമാണ് സ്നാനം ലക്ഷ്യമിടുന്നത് എന്നുള്ള കാര്യം നാം മറന്നു പോകരുത്. സ്നാനത്തെ കുറിച്ച് പൗലോസിന്റെ പഠിപ്പിക്കലുകൾ വളരെ ശ്രദ്ധയേറിയ, വളരെ ചിന്താധാരകൾ ഉണർത്തുന്നതായ അനുഭവങ്ങളാണ്. അതേ പൗലോസാണ് പറയുന്നത് സ്നാനം ഒരു പ്രതീകാത്മകമായ കർമ്മമാണ് എന്നുള്ളതാണ്. 1 കൊരിന്ത്യർ 1-ാം അധ്യായത്തിന്റെ 13 മുതൽ 17 വരെ പറയപ്പെടുന്നതായ സ്നാനത്തിന്റെ പേരിലുള്ളതായ വിഭാഗീയതകളെയെല്ലാം പൗലോസ് തള്ളിക്കളയുകയാണ് ചെയ്യുന്നത്. അത് വിഭാഗീയതകൾക്കോ വിമർശനങ്ങൾക്കോ അല്ല പ്രാധാന്യം, പിന്നെയോ സ്നാനത്തിലൂടെ നാം അനുഭവിക്കേണ്ടതായ ആത്മീയമായ അനുഗ്രഹങ്ങൾ, സ്നാനത്തിലൂടെ ക്രിസ്തുവിന്റെ ക്രൂശീകരണത്തോടും ക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തോടും കൂടെ നാം ചേർക്കപ്പെടുന്ന അനുഭവങ്ങൾ, സ്നാനത്തിലൂടെ നാം ക്രിസ്തുവിനുള്ള വിശ്വാസം സാക്ഷീകരിക്കുകയും പ്രഖ്യാപിക്കുകയും ചെയ്യുന്നതായ അനുഭവങ്ങളാണ് എന്നാണ് പൗലോസ് നമ്മെ പഠിപ്പിക്കുന്നത്. അപ്പോൾ പൗലോസ് പറയുന്നത് സ്നാനം കഴിപ്പിക്കാനല്ല, സുവിശേഷം അറിയിപ്പാനത്രേ എന്നെ ക്രിസ്തു നിയോഗിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ സ്നാനവും സുവിശേഷവും വളരെ ആന്തരികമായ അർത്ഥങ്ങൾ നിറഞ്ഞതായ അനുഭവങ്ങളാണ്. സുവിശേഷത്തിന്റെ പ്രതീകാത്മകമായ കർമ്മമായി നമുക്ക് ഈ സ്നാനത്തെ കണ്ടെത്തുവാൻ കഴിയും. യേശു ക്രിസ്തുവിനെ കർത്താവും രക്ഷിതാവുമായി അംഗീകരിക്കുന്നതിന്റെ അടയാളമാണ് സ്നാനം എന്ന് പറയുന്നത്. പ്രിയമുള്ളവരെ, ഇപ്പോൾ സ്നാനം എന്ന് പറയുന്നത് കർത്താവായ യേശുവിനെ നാം കർത്താവും രക്ഷിതാവുമായി സ്വീകരിക്കും
സ്വീകരിക്കുകയും അംഗീകരിക്കുകയും ആ യേശുവിന് വിധേയപ്പെടുന്നതായ ഒരു അനുഭവമാണ് ക്രിസ്തീയ സ്നാനം എന്നതിലൂടെ അർത്ഥമാക്കുന്നത്. 1 കൊരിന്ത്യർ 10-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിൽ എല്ലാവരും സമുദ്രത്തിലൂടെ കടന്ന് എല്ലാവരും മേഘത്തിലും സമുദ്രത്തിലും സ്നാനം ഏറ്റതായി രേഖപ്പെടുത്തിയിരിക്കുകയാണ്. നാം ഇന്ന് പാഠമായി വായിച്ച ഉൽപ്പത്തി പുസ്തകം 8-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നോഹയും കുടുംബവും ജലപ്രളയത്തിൽ പെട്ടകത്തിലൂടെ സഞ്ചരിച്ചത് സ്നാനത്തിന്റെ മുൻകുറിയായി അപ്പോസ്തലനായ പൗലോസ് ലേഖനങ്ങളിൽ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ സ്നാനത്തിന്റെ ആക്ഷരികമായ അർത്ഥതലങ്ങളെക്കാൾ അതിന്റെ ആത്മീയ തലങ്ങളെയാണ് നാം തൊട്ടുണർത്തേണ്ടത് എന്നാകുന്നു നമ്മുടെ ചിന്തകളിലൂടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. സ്നാനം എന്ന് പറയുന്നത് ഒരു പ്രതീകാത്മകമായ അനുഭവമാണ്. ദൈവം നമ്മിൽ പ്രവർത്തിക്കുവാനായിട്ട് വലിയ ജലാശയങ്ങൾ ഒന്നും വേണ്ട. വിശുദ്ധ സ്ഥലത്ത്, അതിൽ വേർതിരിക്കപ്പെട്ട വിശുദ്ധ സ്ഥലത്ത് വെച്ച് നടത്തുന്ന വിശുദ്ധ ശുശ്രൂഷയാണ് സ്നാനം എന്ന പവിത്രമായ ശുശ്രൂഷയ്ക്ക് ഏറ്റവും അനുയോജ്യമായ അനുഭവം. അതുകൊണ്ടാണ് സ്നാനം പ്രതീകാത്മകമായ ഒരു കർമ്മമാണ് എന്ന് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത്. രണ്ടാമത്, സ്നാനം ക്രിസ്തുവിൽ നമ്മെ ഒരുമിപ്പിക്കുന്ന ഒരു അടയാളമാണ്. പ്രിയമുള്ളവരെ, ഇന്ന് ഏക കർത്താവ്, ഏക സ്നാനം എന്നത് ഒരു വിശാലമായ ദർശനത്തെയാണ് കുറിക്കുന്നത്. ഇന്ന് പല വർഗ വർണ്ണ വ്യത്യാസങ്ങളിൽ ലോക ജനത ആയിരിക്കുമ്പോൾ ഈ സ്നാനം എന്ന കൂദാശയിലൂടെ നമ്മെ ക്രിസ്തുവിൽ ഒന്നായി, അഥവാ ക്രിസ്തുവിൽ ഒരു ശരീരമായി, ക്രിസ്തുവിൽ ഒരു സഭയായി നമ്മെ നിലനിർത്തുന്ന അനുഭവമാണ് എന്ന് നമുക്ക് ഇവിടെ മനസ്സിലാക്കുവാനായിട്ട് കഴിയും. യേശു ക്രിസ്തു എന്ന ഏക കർത്താവിന്റെ കീഴിൽ ദൈവമക്കളായി നമ്മെ ഒരുമിപ്പിച്ചു നിർത്തുവാൻ സ്നാനത്തിന് കഴിയുന്നു എന്നുള്ളതാണ് ഇതിന്റെ ആത്മീയ ദർശനം. ഇവിടെ യേശു പറഞ്ഞത് പ്രകാരമാണ്, ഞാൻ വാതിലാകുന്നു, എന്നിലൂടെ കടക്കുന്നവനെല്ലാം രക്ഷപ്പെടും. അപ്പോൾ യേശുവാകുന്ന വാതിലിലൂടെ കടക്കുവാനുള്ള ആത്മീയ അടയാളമാണ് സ്നാനം എന്ന വിശുദ്ധ ശുശ്രൂഷ. ഇവിടെ ക്രിസ്തുവിന്റെ സമൃദ്ധിയായ ജീവൻ പ്രാപിക്കുവാൻ, ക്രിസ്തുവിൽ ജീവിക്കുവാൻ, ക്രിസ്തുവിനെ സാക്ഷിക്കുവാൻ, ക്രിസ്തുവിന്റെ വിശ്വാസത്തിൽ നിലനിൽക്കുവാൻ ഈ സ്നാനം നമുക്ക് അത്യന്താപേക്ഷിതമായിരിക്കുന്നു എന്ന് വചനം നമ്മെ പഠിപ്പിക്കുന്നു. കർത്താവായ യേശു ഒരിക്കൽ പറഞ്ഞത്, ഒരു ഇടയനും ഒരു ആട്ടിൻകൂട്ടവും ആകും എന്നുള്ളതായ ഒരു സർവ ലൗകികമായ ദർശനമാണ്. പ്രിയമുള്ളവരെ, ഈ ലോകത്തെ ഒന്നായി കാണുവാനും ദൈവജനം ഒരു ആട്ടിൻകൂട്ടവും ദൈവം ഏക ഇടയനുമായുള്ള ഒരു ആത്മീയ ദർശനം, അതാകുന്നു സ്നാനത്തിലൂടെ നമ്മെ കർത്താവായ യേശുവിന്റെ ശരീരത്തോട് നമ്മെ ചേർന്ന് നിർത്തുന്ന ക്രിസ്തു സഭയിലെ അംഗങ്ങളായി നമ്മെ നിലനിർത്തുന്നതായ അനുഭവമായിട്ട് നമുക്ക് ഇതിനെ കണ്ടെത്തുവാനായിട്ട് കഴിയും. ഇവിടെ സ്നാനത്തിലൂടെ സംഭവിക്കുന്ന ചില പ്രധാന വസ്തുതകളെ കുറിച്ച് നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഒന്ന്, നാം ക്രിസ്തുവിനോട് ഐക്യപ്പെടുന്നു എന്നുള്ളതാണ്. സ്നാനം എന്ന സാക്രമത്തിലൂടെ, പ്രിയമുള്ളവരെ, നാം ക്രിസ്തുവിനോട് ചേരുവാൻ നിയോഗിക്കപ്പെട്ടിരിക്കുന്ന ഒരു അനുഭവമാണ്. ഇന്ന് പലപ്പോഴും ക്രിസ്തു വിശ്വാസികൾ എന്ന് അഭിമാനിക്കുന്ന നമ്മിൽ പലരും ഈ ലോകത്തോട് ചേരുവാനും ലോക ഇൻപങ്ങളിൽ ആകൃഷ്ടരായി ലോകത്തിന്റെ പിന്നാലെ ജീവിതം നയിക്കുന്ന അനുഭവങ്ങൾ. എന്നാൽ സ്നാനപ്പെട്ട ഒരു ദൈവ പൈതലിനെ കുറിച്ച് ദൈവവചനം പഠിപ്പിക്കുന്നത്, അവൻ ലോകത്തിന്റെ പിന്നാലെ കടന്നു പോകേണ്ടവനല്ല, പിന്നെ ക്രിസ്തുവിനോട് ചേരുവാൻ, ക്രിസ്തുവിൽ ഐക്യപ്പെടുന്ന ഒരു അനുഭവം. രണ്ടാമത്, നാം ക്രിസ്തുവിന്റെ മരണത്തിലും പുനരുത്ഥാനത്തിലും പങ്കാളികളായി തീരുകയാണ്. അതായത് ക്രിസ്തുവിന്റെ കഷ്ടത, അതോടൊപ്പം ക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പ്. ഇത് രണ്ടും രണ്ട് ചിന്തകളാണ്. കഷ്ടത എന്ന് പറയുന്നത് ഇന്ന് ദൈവജനത്തിന്റെ അവകാശമാണ്. ഈ കഷ്ടതകൾ മറ്റുള്ളവർക്ക് വേണ്ടി നാം വഹിക്കുമ്പോഴാണ് ക്രിസ്തുവിന്റെ ക്രൂശ് നാം ചുമക്കുന്നവരായി തീരുന്നത്. അവിടെയാണ് ക്രിസ്തുവിനോടൊപ്പം ക്രൂശീകരിക്കപ്പെടുന്ന ഒരു അനുഭവം. ഇത് സ്നാനത്തിലൂടെയാണ് ഇതിനോട് താതാത്മ്യപ്പെടുവാൻ, ഞാനെന്ന ഭാവം മാറി മറ്റുള്ളവർക്ക് വേണ്ടി
ക്രിസ്തു പറഞ്ഞതുപോലെ നിന്നെ പോലെ നിന്റെ അയൽക്കാരനെയും നിന്റെ സഹോദരങ്ങളെയും സ്നേഹിക്കുന്ന സകലവും ത്യജിക്കുവാനുള്ള ഒരു മനോഭാവത്തിലേക്ക് നമ്മൾ ഇറങ്ങുന്നത് നാം ക്രിസ്തുവിന്റെ മരണത്തിലും പുനരുത്ഥാനത്തിലും ഇപ്പൊ കഷ്ടതകൾക്ക് അപ്പുറമുള്ള ഒരു ഉയർപ്പിന്റെ സന്തോഷമാണ് പുനരുത്ഥാനം നമുക്ക് വിഭാവനം ചെയ്യുന്നത്. ഇപ്പൊ ക്രിസ്തുവിന്റെ ആട്ടിൻകൂട്ടമായ സഭയിലേക്ക് സ്നാനം എന്ന വിശുദ്ധ ശുശ്രൂഷയിലൂടെ നാം പ്രവേശിക്കപ്പെടുമ്പോൾ കഷ്ടത മാത്രമല്ല നമ്മുടെ അവകാശം, ഈ കഷ്ടതകൾക്ക് അപ്പുറമുള്ളതായ ഒരു ഉയർത്തെഴുന്നേൽപ്പിന്റെ സന്തോഷകരമായ അനുഭവമാണ്. മൂന്നാമത് നമുക്കിവിടെ മനസ്സിലാക്കുവാൻ കഴിയുന്ന അന്യദർശനം, സ്നാനം ക്രിസ്തുവിന്റെ ശരീരമായ സഭയോട് നമ്മെ ചേർക്കപ്പെടുന്നു എന്നുള്ളതാണ്. ക്രിസ്തു സഭയിൽ നാം ചേർക്കപ്പെടുന്ന ഒരു അടയാളമാണ് ഈ സ്നാനം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. പ്രിയമുള്ളവരെ, സ്നാനത്തിലൂടെ ശാരീരികമായ ഒരു ശുദ്ധീകരണം മാത്രമല്ല ഉദ്ദേശിക്കുന്നത്, പിന്നെയോ ആത്മീയമായ ഒരു വിശുദ്ധീകരണത്തിലേക്ക് നമ്മെ നയിക്കുന്നതാണ് സ്നാനം എന്ന് പറയുന്നത്. ഇന്ന് ശാരീരികമായ ശുദ്ധീകരണത്തിന് നാം പ്രാധാന്യം നൽകുന്നവരാണ്, അത് ശരിയുമാണ്. എന്നാൽ അതിനേക്കാൾ അപ്പുറം ആത്മീയമായ ഒരു വിശുദ്ധീകരണത്തിലേക്ക് നമ്മൾ നയിക്കണം. നമ്മുടെ ഹൃദയങ്ങളെ ശുദ്ധീകരിക്കുന്ന, നമ്മുടെ ചിന്തകളെ ശുദ്ധീകരിക്കുന്ന, നമ്മുടെ ദർശനങ്ങൾക്ക് നല്ല കാഴ്ചപ്പാടുകൾ നൽകുന്ന അനുഭവങ്ങളിലേക്ക് സ്നാനം നമ്മെ നയിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി, പഴയത് കഴിഞ്ഞുപോയി, ഇതാ സകലവും പുതുതാക്കപ്പെട്ടിരിക്കുന്നു. ഒരു ദൈവ പൈതൽ ക്രിസ്തീയ സ്നാനത്തിലൂടെ ഒരു പുതുക്കത്തിന്റെ അനുഭവത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അത് ക്രിസ്തുവിൽ ആയിത്തീരുന്ന അനുഭവം. ക്രിസ്തുവിൽ ആയിത്തീരുക എന്ന് പറയുമ്പോൾ ക്രിസ്തു നമ്മുടെ ഹൃദയത്തിൽ വസിക്കുകയും ക്രിസ്തുവിന് യോഗ്യമായ ഒരു ജീവിത അനുഭവത്തിലൂടെ പുതുക്കപ്പെടുന്ന, ഒരു പുതു സൃഷ്ടിയായി മാറ്റപ്പെടുന്ന ഒരു അനുഭവമാണ് സ്നാനത്തിലൂടെ നമ്മിലേക്ക് കടന്നു വരേണ്ടതായ ആത്മീയ ദർശനം എന്ന് പറയുന്നത്. മൂന്നാമത്തെ ചിന്ത, അത് സ്നാനവും സുവിശേഷവും നമ്മുടെ ജീവിതത്തെ വിശുദ്ധീകരിക്കുന്ന ആത്മീയ അനുഭവങ്ങളാണ്. അത് സുവിശേഷവും സ്നാനവും തമ്മിൽ അഭേദ്യമായി ബന്ധപ്പെട്ടിരിക്കുന്നു. പ്രിയമുള്ളവരെ, സ്നാനം എന്ന് പറയുന്നത് സുവിശേഷത്തിന്റെ ഒരു തിരുകർമ്മമാണ് എന്ന കാര്യം മറന്നു പോകരുത്. സുവിശേഷത്തിന്റെ ഔപചാരികവും പ്രതീകാത്മകവുമായ അനുഷ്ഠാനമാണ് ഈ സ്നാനം എന്ന് പറയുന്ന വിശുദ്ധ ശുശ്രൂഷ. സുവിശേഷത്തിന്റെ സ്നാനം നമുക്ക് പാപക്ഷമയും അംഗീകാരവും ക്രിസ്തു സഭയിൽ അംഗമായി തീരുവാനുള്ള യോഗ്യതയും നൽകുന്നുവെങ്കിൽ, സുവിശേഷം എന്ന് പറയുന്നത് പാപികൾക്കും നീതിമാന്മാർക്കും ഒരുപോലെ ലഭിക്കുവാനുള്ള ദൈവകൃപയത്രേ വിളംബരം ചെയ്യപ്പെടുന്നത് എന്നുള്ളതാണ്. അപ്പോൾ സ്നാനവും സുവിശേഷവും തമ്മിലുള്ളതായ ഒരു ആത്മീയമായ ബന്ധം, അതേ സുവിശേഷത്തിന്റെ ഔപചാരികമായ ഒരു തിരുകർമ്മമാണ് ഈ സ്നാനം എന്ന് പറയുന്നത്. രണ്ടും മനുഷ്യ ജീവിതത്തെ വിശുദ്ധീകരിക്കുന്നതും ദൈവികതയിലേക്ക് നയിക്കുന്നതും ദൈവിക കൃപകൾ നമ്മുടെ മേൽ പകരപ്പെടുന്നതായ ആത്മീയ അനുഭവങ്ങൾ തന്നെയാണ് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിൽ യേശു ഇങ്ങനെ പറയുന്നു, ഞാൻ നിങ്ങളോട് സംസാരിച്ച വചന നിമിത്തം നിങ്ങൾ ഇപ്പോൾ ശുദ്ധിയുള്ളവരാകുന്നു. പ്രിയമുള്ളവരെ, സ്നാനം നമ്മെ വിശുദ്ധീകരണത്തിലൂടെ ക്രിസ്തുവിൽ പുതിയൊരു ജീവിതത്തിന് തുടക്കം കുറിക്കുമ്പോൾ, അത് ഈ വചനവും നമ്മെ ശുദ്ധീകരിക്കുന്നതായ അനുഭവങ്ങളാണ്. പാപത്തിന്റെ ബന്ധനങ്ങളിൽ നിന്നും ഒരു വിശുദ്ധീകരണത്തിലേക്ക് നമ്മെ നയിക്കുവാൻ അതേ സ്നാനവും വിശുദ്ധ തിരുവചനവും നമുക്ക് അത്യന്താപേക്ഷിതമായിരിക്കുന്നു. നാം സ്വീകരിച്ചിരിക്കുന്നതായ സ്നാനത്തോടൊപ്പം വചനത്താൽ വിശുദ്ധീകരിക്കപ്പെടുന്ന ഒരു ജീവിത അനുഭവമാണ് ഇന്നത്തെ ക്രൈസ്തവ സഭയ്ക്കും ക്രൈസ്തവ വ്യക്തികൾക്കും ആവശ്യമായിരിക്കുന്നത്. പ്രിയമുള്ളവരെ, നാം ഉപരിപ്ലവമായി ദൈവത്തെ ആരാധിക്കേണ്ടവരല്ല. ആന്തരികമായി ഒരു വിശുദ്ധീകരണത്തിലൂടെ, സ്നാനത്തിലൂടെ, തിരുവചനത്തിലൂടെ ലഭിക്കുന്ന ദൈവകൃപകൾ നാം ഉൾക്കൊണ്ടുകൊണ്ട് ഒരു വിശുദ്ധീകരണത്തിലേക്ക് നാം വളരേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഒരു ദൈവ പൈതലിന്റെ ജീവിതയാത്രയിൽ ഉണ്ടായിരിക്കേണ്ടതായ
രണ്ട് അനുഭവങ്ങളാണ് അതേ സ്നാനവും വിശുദ്ധ തിരുവചനവും എന്ന് പറയുന്നത്. ഇന്ന് നമ്മുടെ വിശ്വാസ ജീവിതത്തിന് ഉറപ്പേറിയ ഒരു അനുഭവം അനിവാര്യമായിരിക്കുന്നു. അത് ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനം ഏറ്റവരായ നാം. അപ്പോൾ നാം സ്നാനം എടുക്കുന്നതിലൂടെ നമ്മുടെ ജീവിതത്തെ ക്രിസ്തുവിനോട് ചേർത്ത് നിർത്തുന്നു. ആ വചനം ജഡം ധരിച്ച ക്രിസ്തുവിന്റെ സുവിശേഷം നമ്മെ രൂപാന്തരപ്പെടുത്തുന്ന ആത്മീയതയുടെ തലങ്ങളിലേക്ക് ഉയർത്തുമ്പോഴാണ് ഈ സ്നാനം നമ്മുടെ ജീവിതത്തെ ആന്തരികമായി തൊട്ടുണർത്തുന്നത്, നമ്മെ വിശുദ്ധീകരണത്തിലേക്ക് നയിക്കുന്നത്, ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കുവാനും ക്രിസ്തുവിനെ സാക്ഷിക്കുവാനും ക്രിസ്തുവിനോടുകൂടെ മരിക്കുവാനും ക്രിസ്തുവിനോടുകൂടെ ഉയർത്തുവാനുമുള്ള ആത്മീയ ദർശനത്തിലേക്ക് നമ്മൾ നയിക്കുന്നത്. ആ ഒരു അനുഭവത്തിലേക്ക് കടന്നു വരുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ